ഈ അടുത്തിടെയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് കാനഡയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന്. പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ കാനഡയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം മുമ്പ് കാനഡയിലെ പാർലമെൻറ്റിലെ ഒരു ബില്ല് ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാനഡയിൽ ഒരു രീതിയിലും മൈഗ്രേഷൻ നിർത്തുകയില്ല എന്നുള്ളതാണ്. അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ കാനഡയിലെ പാർലമെൻറ്റിൽ ഉണ്ടാകുകയും ചെയ്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കി ഏത് രാജ്യത്തും മൈഗ്രേഷൻ നിർത്തിയാൽ പോലും കാനഡയിൽ ഒരു കാരണവശാലും മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് കാനഡയിലെ മൈഗ്രേഷൻ ഒരു സ്ലോ ഫേസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ വരും വർഷങ്ങളിൽ ചിലപ്പോൾ 2030 ആവാം, ചിലപ്പോൾ 32 ആവാം, ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കാനഡയിലെ മൈഗ്രേഷൻ പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ വീണ്ടും ഇൻക്രീസ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം, US ഇപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയതിന് ശേഷം പല രീതിയിലുള്ള മാറ്റങ്ങളാണ് US കൊണ്ടുവരുന്നത്. ആ US കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ബാക്കിയുള്ള പല യൂറോപ്യൻ കൺട്രീസും നോർത്ത് അമേരിക്കയും ഒക്കെ അനുകരിക്കാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് മൈഗ്രേഷൻ, അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്യുന്നവരെയൊക്കെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് US പ്രസിഡന്റ് ട്രംപ് അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ളൊരു ബില്ല് കൊണ്ടുവരികയും മാത്രമല്ല അവിടെ ടെമ്പററി ആയിട്ട് വർക്കർ വിസയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാനും ഒക്കെ അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി. ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ UK-യും യൂറോപ്പിലെ പല കൺട്രീസും അതേപോലെ ഓസ്ട്രേലിയയും ഒക്കെ അവരും അവരുടെ നയങ്ങളൊക്കെ കുറച്ചുകൂടി കട്ടിയാക്കുകയും മൈഗ്രേഷൻ്റെ ലെവൽ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ കാനഡയിലും പല രീതിയിലുള്ള മൈഗ്രേഷൻ്റെ എണ്ണം കുറയ്ക്കണം എന്നാണ് ഗവൺമെൻറ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനഡയിലെ തന്നെ പ്രതിപക്ഷ ഒരു പാർട്ടിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ലീഡർ ഗവൺമെൻറ്റിൽ ഇപ്പം കാനഡയിലുള്ള ഒരു ബില്ല്, അതായത് C3 ബില്ലിൽ ഒരു അമെൻഡ്മെൻറ്റ് കൊണ്ടുവരണം എന്ന ലേഡി പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. ആ ബില്ലെന്ന് പറയുന്നത്, ഇപ്പോൾ കാനഡയിൽ ഒരു ടെമ്പററി വിസയിലോ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസയിലോ ഒക്കെ നിൽക്കുന്ന ഒരാൾക്ക് അവർക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടും. US-ലും UK-ലും അങ്ങനെ പല രാജ്യത്തും ഇത് തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് US-ലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു ടെമ്പററി വിസയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും അവർക്കുണ്ടാകുന്ന കുട്ടിക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണ്ട എന്നൊരു തീരുമാനമെടുത്തത്. അതേപോലെ തന്നെ കാനഡയിലും ആ നിയമം കൊണ്ടുവരണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്. അതിന് കാരണമായിട്ട് പ്രതിപക്ഷ പാർട്ടി തന്നെ പറയുന്നത് കാനഡയിലെ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന പേരിൽ വളരെ രീതിയിലുള്ളൊരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ മെഡിക്കൽ ടൂറിസവും അല്ലെങ്കിൽ പല രീതിയിലുള്ള ടൂറിസം ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ കാനഡയിലെ പലർക്കും അറിയാത്തതാണ്, ഇവിടെ ഒരു ബർത്ത് ടൂറിസവും നടക്കുന്നുണ്ട്. അതായത് പല ആൾക്കാരും ഒരു ടെമ്പററി വർക്കിൽ നിൽക്കുമ്പോഴും മാത്രമല്ല ചിലരൊക്കെ വിസിറ്റിംഗ് വിസയിലൊക്കെ ഒരു വിസ എടുത്ത് ഡയറക്റ്റ് കാനഡയിലേക്ക് വന്നിട്ട് അവിടെ കാനഡയിൽ എത്തിയതിന് ശേഷം ഒരു കുട്ടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആ കുട്ടി കനേഡിയൻ സിറ്റിസൺ ആവുകയും കാലക്രമേണ ആ കുട്ടിയുടെ പേരൻസിന് സിറ്റിസൺഷിപ്പ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ലൂപ്പ് ഹോൾ മനസ്സിലാക്കിയതിന് ശേഷം പല രാജ്യത്തിലെ ആൾക്കാർ അവർ കസ്റ്റമേഴ്സിനായിട്ട് പല ആൾക്കാരെയും കാനഡയിലേക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് കിട്ടുകയും അവർ ഈ രാജ്യത്ത് നിൽക്കാനുള്ള രീതിയിൽ അവർക്ക് നിയമ സംരക്ഷണം കിട്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ ഗവൺമെൻറ്റിന് മുന്നിലുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പേരിൽ തന്നെ ഏകദേശം ഈ അടുത്ത സമയത്തായിട്ട് 590% ഒരു വർധനവാണ് ഈ ബർത്ത് ടൂറിസം വഴി കാനഡയിലുണ്ടായത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടെമ്പററി വിസയിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് അവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ അവരേത് സ്റ്റാറ്റസിലാണോ നിൽക്കുന്നത്, ഉദാഹരണമായിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കാനഡയിൽ നിൽക്കുമ്പോൾ ഒരു ടെമ്പററി വർക്കർ വിസയിലാണ് നിൽക്കുന്നത്, ആ സെയിം സ്റ്റാറ്റസ് തന്നെയാണ് ആ കുട്ടിക്കും കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഗവൺമെൻറ്റിനോട് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത്. മാത്രമല്ല ഒരു വിസിറ്റിംഗ് വിസ വരുന്ന ഒരാൾ അവരിപ്പോൾ ഒരു ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ടാണ് കാനഡയിൽ വരുന്നതെങ്കിൽ അവർക്കൊരു കുട്ടി കാനഡയിൽ വെച്ചുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ എലിജിബിൾ ആവുന്ന രീതിയിലുള്ളൊരു മാറ്റങ്ങൾ ഈ ബില്ലിൽ കൊണ്ടുവരണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഗവൺമെൻറ്റിന് മുന്നിൽ അവരെ അവതരിപ്പിച്ചത്. ഈ സെയിം ബില്ല് UK-ലും ജർമ്മനിയിലൊക്കെ വന്നപ്പോൾ അവരെല്ലാം ഇതിന് അനുവാദം കൊടുക്കുകയും ആ ബില്ല് പാസ്സാവുകയാണ് ചെയ്തത്. എന്നാൽ കാനഡ പാർലമെൻറ്റിൽ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ഭരിക്കുന്ന ലിബറൽ പാർട്ടി നഖശിഖാന്തം അത് എതിർക്കുകയാണ് ചെയ്തത്. കാരണം വർഷങ്ങളായി കാനഡയിൽ ഏതൊരു കുട്ടി ഉണ്ടാകുമ്പോഴും അവരുടെ പേരൻസിൻ്റെ സ്റ്റാറ്റസ് എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇവിടെയാണ് ആ കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പായിട്ടും കനേഡിയൻ സിറ്റിസൺഷിപ്പ് തന്നെയാണ് കുട്ടി
കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത്. കാരണം അവർ പറയുന്നത് ഇപ്പോൾ കാനഡയിലെ ഒരു ഹൗസിംഗ് ക്രൈസിസോ അങ്ങനെ പല കാരണങ്ങളും ഉള്ളതുകൊണ്ടാണ് മൈഗ്രേഷൻ ഒന്ന് സ്ലോ ചെയ്തേക്കുന്നത്. ഫ്യൂച്ചറിൽ വീണ്ടും മൈഗ്രേഷൻ കൂട്ടും തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ബാക്കിയുള്ള രാജ്യം പോലെയല്ല. ഇപ്പോൾ UK ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു രാജ്യമാണ്. അവിടെ ഉൾക്കൊള്ളാവുന്ന ആൾക്കാരിൽ കൂടുതൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഹൗസുകളോ അല്ലെങ്കിൽ അവിടെ അതിന് മാത്രമുള്ള ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ഇനി ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാജ്യങ്ങളാണ് പല യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഉള്ളത്. എന്നാൽ കാനഡ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ രാജ്യമാണ്. എന്നാൽ പോപ്പുലേഷൻ ആകട്ടെ വളരെ ചെറിയൊരു ശതമാനം പോപ്പുലേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ വീണ്ടും മൈഗ്രേറ്റ് ചെയ്ത് കാനഡയിലേക്ക് എത്തിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഹൗസുകളൊക്കെ കൂടുതൽ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി കൂടുതൽ ഹോസ്പിറ്റലുകളൊക്കെ അവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൺസ് ഇതെല്ലാം പണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഇപ്പോൾ ഉള്ള പ്രതിസന്ധികൾ, ഇപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ കൂടുതലാണ്, അങ്ങനത്തെയുള്ള പ്രതിസന്ധികളെല്ലാം മറികടന്ന ശേഷം വീണ്ടും മൈഗ്രേഷൻ അവർ കൂട്ടും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ഈ ബില്ല് ഗവൺമെൻറ് മുന്നിൽ അവതരിപ്പിച്ച ഉടനെ തന്നെ ഏകദേശം അവരൊരു വോട്ടെടുപ്പ് നടത്തുകയും ആ വോട്ടെടുപ്പോടുകൂടി ഈ ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ഡിഫീറ്റ് ആവുകയാണ് ചെയ്തത്. അതായത് നിങ്ങൾ ഏത് സ്റ്റാറ്റസിലാണോ നിൽക്കുന്നത്, നിങ്ങളൊരു ടെമ്പററി വർക്കർ വിസ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ടോ അതുപോലെ വിസിറ്റിംഗ് വിസയിലാണ് കാനഡ നിൽക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കൊരു പുതിയൊരു മെമ്പർ ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഉറപ്പായിട്ടും കനേഡിയൻ സിറ്റിസൺ തന്നെയായിട്ടായിരിക്കും ഇവിടെ വളരാൻ പോകുന്നത്. ഇത് കാനഡയെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഒത്തിരിയധികം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പുതിയൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയായിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ ഏജ് സൈനിങ് ഓഫ്. ബൈ. All right, so Chair, I move that Bill C3 in Clause 1 be amended by adding after line 9 on page 2 the following. 4.1, subsection 3(2) of the Act is replaced by the following. 2, paragraph 1A does not apply to a person if, at the time of their birth, neither of their parents was a citizen, lawfully admitted to Canada for permanent residence, or a protected person under the Immigration and Refugee Protection Act. Merci. Does anybody else want to address this amendment? We'll be voting against, Madam Chair. We're ready to vote. Okay. No one else wants to speak to this? Great. Okay. So now we move to. We now go to a vote on Clause 1. Shall CPC 1 carry? Should the amendment carry? Okay. Should the amendment carry? Should we go to a vote person by person, or should we do yes or no per side? What do people want to do? I think it's easier to go. Okay, recorded vote is easier, you guys, so let's just do that, please. Can we please do a recorded vote? So on the amendment proposed by Ms. Rampol Garner, Mr. Fragiskatos, No. Ms. Soudi, No. Ms. Zaid, No. Mr. Zubiri, No. Mr. Ma, Mr. Minigakis, Mr. Ridicott, Yes. Ms. Rampol Garner, Yes. Mr. Brunel Duceppe. Yeas of 4, nays 5. Okay, the amendment is defeated.